ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ് തുടർന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് ഈ സമയത്ത് വായിച്ച് ധ്യാനിക്കാം. തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ചതായിട്ടുള്ള സഭയാണ്. തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ ആണ് ഈ സഭ സ്ഥാപിച്ചത്. ഇന്നത്തെ ഗ്രീസിൻ്റെ വടക്കു ഭാഗത്താണ് ഈ തെസ്സലോനിക്ക എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലം വരുന്നത്. അതുപോലെ ഈ ലേഖനം AD 50-52 കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ഒരു ലേഖനമായിട്ടാണ് പൊതുവെ അതിനെക്കുറിച്ച് കണക്കാക്കിയിട്ടുള്ളത്. പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു പ്രദേശത്ത് വളരെ ചുരുക്കം കാലം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് ദൈവവചനം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചില മാസങ്ങൾ, ഒരു 4 മാസത്തിൽ താഴെ മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 3 സാബത്തിൽ സിനഗോഗിൽ പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം ജാതികളുടെ ഇടയിലും പ്രസംഗിക്കുകയും അത് അങ്ങനെ ഒരു സഭ അവിടെ രൂപപ്പെടുകയും ചെയ്തു. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു ദീർഘകാലമൊന്നും പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രവർത്തിച്ചില്ല. 6 മാസത്തിൽ താഴെ മാത്രം പ്രവർത്തിച്ചതായ ഒരു സ്ഥലവും അവിടെ ഉണ്ടായതായിട്ടുള്ള ഒരു സഭയും, ആ സഭയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഒരു സഭ രൂപപ്പെട്ട് ചില മാസങ്ങൾ മാത്രം ദൈവവചനം പഠിപ്പിച്ചപ്പോൾ ആ സഭയെ സംബന്ധിച്ച് വളരെ വലിയ നല്ല കാര്യങ്ങൾ, അവരുടെ സ്നേഹവും അവരിൽ നിന്ന് സുവിശേഷം ഒഴുങ്ങിച്ചെന്നതിനെ കുറിച്ച് നാം വായിക്കുന്നതും അവരുടെ സ്നേഹത്തിൽ അവർ പെരുകി വരുന്നതും അങ്ങനെയുള്ളതായ ഒത്തിരി നല്ല കാര്യങ്ങൾ, അതുപോലെ അവരുടെ വളരെ കഷ്ടതയിൽ അവർ വളരെ ബലത്തോടെ നിന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ സഭയെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് ദൈവ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെട്ട് ദൈവികമായ ശക്തി നാം പ്രാപിക്കുമ്പോൾ അത് നമുക്ക് വലിയ ഒരു ആത്മശക്തി നമ്മളിലേക്ക് വരികയും അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ സഭകൾ പലപ്പോഴും അനേക വർഷങ്ങൾ ദൈവവചനം പഠിച്ചിട്ടും ഇവർക്കുണ്ടായിരുന്നതായിട്ടുള്ള ആ പ്രത്യേകതകളൊന്നും ഉണ്ടാകാത്തതെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായിട്ടുള്ള ആത്മീയ കാഴ്ചപ്പാടുകളിൽ ഒരു വലിയ വ്യത്യാസം വരേണ്ടതുണ്ട്, അതല്ലെങ്കിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, സമർപ്പണം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവും ആ തിരിച്ചറിവിനനുസരിച്ചിട്ടുള്ളതായ ഒരു ജീവിതവും ഉണ്ടായില്ല എങ്കിൽ ഒരിക്കലും ഈ തെസ്സലോനിക്ക സഭയിൽ ഉണ്ടായതുപോലെയുള്ള ഒരു വ്യത്യാസം ആളുകളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ സഭയിലോ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ഇവിടെ പൗലോസും സിൽവാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനം എന്നാണ് നാം ഈ തെസ്സലോനിക്ക ലേഖനത്തെ വിളിക്കുന്നതെങ്കിലും അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ 3 പേരും കൂടി എന്നുള്ള ഒരു നിലയിലാണ്. അവര് ഒരു യൂണിറ്റായിട്ട് ആണ് അവര് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ സഹപ്രവർത്തകരുടെ പേരും കൂടി ചേർത്തിട്ടാണ് തെസ്സലോനിക്കയിലേക്ക് ഈ ലേഖനം എഴുതുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. പൗലോസ് അപ്പോസ്തലന്റെ മനോഭാവത്തെ കാണിക്കുന്നു. താനൊരു അപ്പോസ്തലനാണ്, തൻ്റെ സഹപ്രവർത്തകർ മാത്രമാണ് സിൽവാനോസും തിമോത്തിയോസും. ആത്മീയമായിട്ടുള്ള ശുശ്രൂഷ നിലയിലും അതുപോലെ തന്നെ കൃപാവരങ്ങളുടെ കാര്യത്തിലുമൊക്കെ
പൗലോസ് അപ്പോസ്തലന്റെ വിളിയേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വിളിയാണ് സുല്യാനോസും തിമോത്തിയോസിനും ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും അവരുടെ പേര് കൂടി ഈ ലേഖനത്തിൽ ചേർക്കുന്നത് പൗലോസ് അപ്പോസ്തലന്റെ ഒരു വലിയ മനോഭാവത്തിന്റെ പ്രത്യേകതയാണ്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മൾ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തെങ്കിലും അവസാനത്തെങ്കിലും മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും അപ്പോസ്തലന്മാർ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു പദമാണ് കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ, കൃപയും സമാധാനവും ഒക്കെ കൊണ്ട് ഇരിക്കുമാറാകട്ടെ എന്ന് പറയുന്നത്. എന്താണ് ഈ പറയുന്നതിന്? അപ്പോൾ അങ്ങനെ കൂടെ ഈ കാര്യം പറയുന്നുവെങ്കിൽ അതിന് കാര്യമായ ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കണം. അതല്ല എങ്കിൽ അതങ്ങനെ പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ലല്ലോ. ഒരു ലേഖനം ആരംഭിക്കുമ്പോഴുള്ള അഭിസംബോധനയും അവസാനിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് എഴുതുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെ പ്രസക്തിയുണ്ട്. അപ്പോൾ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതും നാം അത് കൂടെ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. ഇതിനു മുമ്പും നാം ചുരുക്കമായൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ വിശ്വാസ ജീവിതത്തിലേക്കുള്ള പ്രവേശനം പോലും കൃപയാലാണ് എന്ന് നമുക്കറിയാമല്ലോ. കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത്. കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് മുമ്പേ തന്നെ നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള കാര്യം ദൈവത്തിന്റെ കൃപയാണ്. ദൈവവചന സന്ദേശം കേൾക്കുമ്പോൾ ആ ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ട് എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏകപക്ഷീയമായി വചനം മനസ്സിലാക്കുന്നതിന് നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്ന, ആ വചനത്തിന് മുമ്പാകെ താഴ്ത്തുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉളവായാൽ ആ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വരികയും പിന്നീട് ആ കൃപയിലാണ് നമ്മളുടെ രക്ഷയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് വന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നാം അതിനെക്കുറിച്ച് വായിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ പാർത്തതെന്ന് ചോദിച്ചാൽ കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ്. അതിനുശേഷം 16-ാമത്തെ വാക്യത്തിൽ അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ആ കൃപ ഉണ്ടാകുമാറാകട്ടെ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ വഴി എന്ന് പറയുന്നത് ഈ കൃപ നൽകിക്കൊണ്ടാണ്. ഈ കൃപ എന്ന് പറയുന്നത് നാം അർഹിക്കാത്തതായിട്ടുള്ള ഒരു നമുക്ക് അനുകൂലമായിട്ടുള്ള ദൈവികമായ ഒരു ഇടപെടൽ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുള്ള കൃപ പ്രാപിച്ചവർ മാത്രമാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്, രക്ഷിക്കപ്പെടുന്നത്. ആ രക്ഷയുടെ ജീവിതം അവരിൽ ഉളവാകുന്നത് ഈ കൃപയിൽ നിലനിൽക്കുന്നതിലൂടെയാണ്. എങ്ങനെയാണ് ഈ കൃപയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും ഉള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നു എന്നാണ്. ഇപ്പോൾ തെസ്സലോനിക്ക സഭ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സാങ്കേതികമായിട്ട് അത് ഗ്രീസിലാണെന്നോ അല്ലെങ്കിൽ മക്കദോനിയയിലാണെന്നോ ഒക്കെ പറയാമെങ്കിലും തെസ്സലോനിക്ക സഭ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ശരിയായ ഉത്തരം അവര് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും ആണ് എന്നാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുക, പിതാവിൽ വസിക്കുക, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്നത് തന്നെയാണ് പിതാവായ ദൈവത്തിലും വസിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ളതായിട്ടുള്ള എല്ലാവർക്കും കൃപ നിറഞ്ഞവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുള്ള കൃപ ലഭ്യമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കാതെ കൃപ വേണം എന്ന് നമ്മൾ കേവലം പ്രാർത്ഥിച്ചാൽ വരുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല കൃപ എന്ന് പറയുന്നത്. കർത്താവിൽ ആകുന്നവർക്ക്, കർത്താവിൽ വസിക്കുന്നവർക്ക് കർത്താവിലുള്ള കൃപ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ കൃപയാണ് നമ്മെ അനുദിനം നടത്തുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. വിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതും വിശ്വാസ ജീവിതത്തിൽ നമ്മെ ശക്തിപ്പെടുത്തി നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും കൃപയാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജഡത്തിലെ ഒരു ശൂലത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് താൻ 3 വട്ടം പ്രാർത്ഥിച്ചു.
അപ്പോൾ പൗലോസ് അപ്പോസ്തലന് ആ ജഡത്തിലുള്ള ശൂലം കാര്യമായ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് മാറിക്കിട്ടേണ്ടതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നതായിട്ടുള്ള ബലഹീനമായിട്ടുള്ള ഏത് നിലയിലുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാണ്. അത് മതി. അപ്പോൾ പൗലോസ് അപ്പോസ്തലനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെല്ലാം, നിനക്ക് ബലഹീനതകൾ വേണോ എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അതിനെക്കുറിച്ച് ആ ഒരു അധ്യായത്തിൽ തന്നെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ അത് എന്നെ വിട്ടുപോ നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നിനക്ക് ബലഹീനതയാണോ വേണ്ടത്, അതെയോ എൻ്റെ കൃപയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയും, എനിക്ക് ബലഹീനതയാണ് വേണ്ടത്, അത് സഹിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ വരികയും ദൈവിക ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അതൊരു വലിയ മനോഹരമായ ഒരു ആത്മീക സത്യമാണ്. നമ്മളൊക്കെയും എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോണം, എങ്ങനെയെങ്കിലും അതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കി ജീവിക്കണം എന്നുള്ളതായ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ ദൈവം നമ്മെ കടത്തിവിടുന്നതായിട്ടുള്ള ബലഹീനമായിട്ടുള്ള വശങ്ങൾ നാം കാണുമ്പോൾ, കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അതൊക്കെയും ദൈവത്തിന്റെ കൃപയെ അനുഭവിക്കുവാനും ദൈവികമായ ശക്തി നമ്മളിലൂടെ വ്യാപരിച്ചിട്ട് നാം ശക്തരായി തീരുവാൻ, നമ്മളിൽ തന്നെയുള്ള ശക്തിയല്ല, ദൈവം നമുക്ക് തൻ്റെ ആത്മാവിനാൽ കൃപയാൽ നൽകുന്നതായിട്ടുള്ള ശക്തി അനുഭവിക്കുന്നതിനുള്ള ഒരു വലിയ സാധ്യതയാണ് നമ്മളുടെ മുമ്പിൽ തുറന്നിടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അങ്ങനെ ബലഹീനതയും കഷ്ടവും ബുദ്ധിമുട്ടും ഒക്കെ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്, അല്ലെങ്കിൽ അതിലൊക്കെ ഞാൻ പ്രശംസിക്കുമെന്ന് പറയുന്നത്. നമ്മളാരും അങ്ങനെ നമ്മുടെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കുമെന്ന് പറയാറില്ല. അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ ബലഹീനതകളിലൂടെ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള കൃപയിൽ, ആ കൃപയിലൂടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ശക്തിയും ആസ്വദിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യമോ മനസ്സോ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയ തലത്തിലേക്ക് നാം കടക്കാത്തത് കൊണ്ടോ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ കൃപയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ കൃപയുടെ ഉറവിടമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് കൃപ ലഭിക്കുന്നില്ല, നമ്മളുടെ ദൈനംദിനമുള്ള ജീവിതത്തിൽ നമ്മുടെ ബലഹീനതയിൽ നമുക്ക് കൃപ ലഭിക്കുന്നില്ല, നാം കേവലം പിറുപിറുപ്പുകാരും ഒക്കെ ആയിട്ടാണ് മാറുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം വസിക്കുന്നുവെങ്കിൽ ആ യേശു ക്രിസ്തുവിലുള്ള കൃപയ്ക്ക് നാം തീർച്ചയായിട്ടും പങ്കാളികളാണ്. കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നൊക്കെ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുവല്ലോ. ദൈവം നമുക്ക് നൽകുന്നതായുള്ള കൃപ നമ്മെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് പല നിലയിലാണ്. അത് ഒരുപക്ഷെ നമ്മെ ശിക്ഷിക്കേണ്ടതായിട്ടുള്ള മേഖലകളിൽ നമ്മെ ശിക്ഷിച്ച് നമ്മെ വളർത്തുന്നതും ഇതേ കൃപ തന്നെയാണ്. നമ്മെ ശക്തിപ്പെടുത്തുന്നത് പോലെ തന്നെ അതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. പിന്നെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ എന്നാണ്. കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ കൃപ ലഭിക്കുന്നവർക്ക് മാത്രമാണ് ഈ സമാധാനവും ഉണ്ടാകുന്നത്. അത് അതിൻ്റെ ഒരു തുടർച്ചയാണെന്ന് നമുക്ക് കാണാം. പൗലോസ് അപ്പോസ്തലന്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ആ ഒരു ശൂലം നീങ്ങുന്നതിന് വേണ്ടി താൻ 3 വട്ടം പ്രാർത്ഥിച്ചു. അതിൻ്റെ അർത്ഥം താൻ അസ്വസ്ഥനായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കൃപ മതി എന്ന് പറഞ്ഞ് ആ കൃപയും അതിലൂടെയുള്ള ശക്തിയും പ്രാപിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുമെന്നാണ്. തൻ്റെ അസ്വസ്ഥത ഒരു സന്തോഷവും സമാധാനവുമായിട്ട് തൻ്റെ ജീവിതത്തിൽ മാറി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ കൃപ, ഈ സമാധാനം എന്ന് പറയുന്നത് നാം അനുഭവിക്കുന്നതായിട്ടുള്ള കൃപയോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായ കാര്യമാണ്. ശരി, നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് വരാം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും
സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തെസ്സലോനിക്ക സഭയെ സംബന്ധിച്ച പൗലോസ് അപ്പോസ്തലന്റെ പരിചയം എന്ന് പറയുന്നത് ചില മാസങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും പൗലോസ് അപ്പോസ്തലന് അവരുടെ ജീവിതത്തിന്റെ, ആത്മീക ജീവിതത്തിന്റെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ പല മേഖലകളെ കുറിച്ചും ഓർത്ത് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ടുള്ള വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്. തെസ്സലോനിക്ക സഭയെ കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന്, പ്രത്യേകിച്ച് ഈ 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലന് സ്തോത്രം ചെയ്യാനായിട്ടുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു പരാതികളും അവരെ കുറിച്ച് ഇല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അവിടെ ഒരുപക്ഷെ അധ്വാനിക്കാതെ നടക്കുന്നതായിട്ടുള്ള ചില ആളുകളെ കുറിച്ച് ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതല്ലാതെ നമുക്ക് കൊരിന്ത്യ സഭയെ കുറിച്ചോ ഒന്നും എഴുതുന്നത് പോലെയുള്ള പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും ഈ തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുന്നില്ല. നല്ല കാര്യങ്ങളാണ് മിക്കവാറും എല്ലാം പറയുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് അനേക സഭകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സഭകളിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവര് കൊരിന്ത്യ സഭയെ കാണിച്ചാണ് അതിൽ ഒരു ന്യായീകരണവും അല്ലെങ്കിൽ നീതീകരണവും അല്ലെങ്കിൽ ആശ്വാസവും പ്രാപിക്കുന്നത് എന്ന് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, നാം ഏതെങ്കിലും ഒരു തെറ്റായിട്ടുള്ള മാതൃകയുള്ള വ്യക്തികളെയോ സഭയോ അല്ല നമുക്ക് മാതൃകയായിട്ട് എടുക്കേണ്ടത്. അതെങ്ങനെയാണ് നമുക്ക് മാതൃകയായിട്ട് എടുക്കാനായിട്ട് കഴിയുക? എന്നാൽ ഫിലിപ്പി സഭയെക്കുറിച്ചോ തെസ്സലോനിക്ക സഭയെക്കുറിച്ചോ ഒക്കെയുള്ള മാതൃകകളാണ് നാം എടുക്കേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള അനുവാദമല്ല, ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആ ലേഖനങ്ങളിലൊക്കെയും കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബൈബിളിലുള്ള സഭയാണെങ്കിൽ പോലും ആ സഭയുടെ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ മാതൃകയാക്കാനല്ല, അവസ്ഥകളെ മാതൃകയാക്കാനല്ല, അതിൽ ന്യായീകരണം കണ്ടെത്തുവാനായിട്ടല്ല. നാമും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, പരാജയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെയും തിരുത്തപ്പെട്ട് നാമും മാതൃകയുള്ള സഭകളായി തെസ്സലോനിക്ക സഭയെ പോലെ ഫിലിപ്പി സഭയെ പോലെ ഒക്കെ ആയി തീരുക എന്നുള്ളതാണ് സഭയായിട്ട് നമ്മെ സംബന്ധിക്കുന്ന നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ തെസ്സലോനിക്ക സഭയെ കുറിച്ച് 3 പ്രധാന കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ താൻ ദൈവത്തിന് നന്ദി പറയുന്നതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവരുടെ വിശ്വാസത്തിന്റെ വേല. വിശ്വാസത്തിന്റെ വേല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ വിശ്വാസം അവരുടെ പ്രവർത്തന തലത്തിലേക്ക് മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ വിശ്വാസം പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടു എന്നുള്ളതാണ്. വിശ്വാസത്തിന് എപ്പോഴും ഒരു പ്രവൃത്തിയുണ്ട്. ഒരു ചെറിയ കുഞ്ഞു മുതൽ നമുക്കറിയാം, ഒരു ചെറിയ കുഞ്ഞ് തൻ്റെ അപ്പനെയും അമ്മയെയും വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് അവരെ സമ്പൂർണമായി ആ അപ്പൻ്റെയും അമ്മയുടെയും സുരക്ഷിതത്വത്തിലും ആശ്രയത്വത്തിലും വസിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നാം ദൈവത്തിൽ യഥാർത്ഥമായി ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയവും സമർപ്പണവും, അതുപോലെ തന്നെ ആ ദൈവം ഞാൻ പോകേണ്ടുന്നതായിട്ടുള്ള വഴിയിൽ എന്നെ നടത്തും, അതുപോലെ തന്നെ എന്നെ നടത്തുന്നതായിട്ടുള്ള വഴികളിൽ നാം സംതൃപ്തരുമായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് ഒരു വിശ്വാസത്തിന്റെ, ശരിയായ ഒരു വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പിറുപിറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മളിലുള്ള വിശ്വാസം ശരിയായിട്ടുള്ളൊരു വിശ്വാസമല്ല. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ദൈവം ഏതെല്ലാം അത്ഭുതകരമായ വഴിയിലൂടെയാണ് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് യാത്ര തിരിച്ചത്. ചെങ്കടൽ കടന്ന് അവര് ദൈവത്തിന് സ്തുതി പാടുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവരുടെ ജീവിതത്തിൽ ചില താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അവര് ദൈവത്തിൽ വിശ്വസിക്കുകയല്ല, മറിച്ച് അവിശ്വസിക്കുകയാണ് ചെയ്തത്. അവർ പിറുപിറുപ്പുകാരായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വിശ്വാസം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ആ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് പ്രാധാന്യമാണ്. അത് മാത്രവുമല്ല, ആ വിശ്വാസത്തിൽ ഒരു സമ്പൂർണമായ സമർപ്പണവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ആശ്രയവും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ
ആണ് യഥാർത്ഥത്തിൽ ആ വിശ്വാസത്തിന്റെ പരിശോധന നമുക്ക് സംഭവിക്കുന്നത്. നാം യഥാർത്ഥത്തിൽ അടിയുറച്ച ഒരു വിശ്വാസത്തിലാണോ എന്നുള്ളത് അറിയുന്നത് എല്ലാം ക്രമമായി നാം ആഗ്രഹിക്കുന്നത് പോലെ പോകുമ്പോഴല്ല, മറിച്ച് നാം ആഗ്രഹിക്കാത്തതുപോലെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോഴാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ പരിശോധന നമുക്ക് വരുന്നത്. നാം വിശ്വാസത്തിലാണോ എന്നുള്ളത് നമ്മെ തന്നെ പരിശോധിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു, അതിനാൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുകയില്ല എന്നൊക്കെ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മളുടെ ദൈവവിശ്വാസം നമ്മളിൽ ഉളവാക്കേണ്ടുന്നതായ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസം നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളിലും കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഒന്നും വെളിപ്പെടുന്നില്ല എങ്കിൽ ആ വിശ്വാസം വ്യർത്ഥമായ ഒരു വിശ്വാസമാണ്, വിശ്വാസത്തിന്റെ പേര് മാത്രം ഉള്ളതാണ് എന്ന് നാം ഓർക്കണം. എന്നാൽ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ നമ്മെ പോലെ അങ്ങനെ ദീർഘവർഷങ്ങൾ ദൈവവചനത്തിന്റെ അഭ്യസനമൊന്നും ലഭിച്ചവരല്ല. അവർക്ക് ലഭിച്ചത് ചില മാസങ്ങളുടെ പഠനം മാത്രമാണ്. എങ്കിലും അവരുടെ വിശ്വാസം സത്യമായിരുന്നു. അത് യഥാർത്ഥത്തിൽ പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടു എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ ഓർക്കുമ്പോൾ തനിക്ക് അവരോട് വളരെ സ്നേഹവും ദൈവത്തിന് ഏറ്റവും അധികമായ സ്തോത്രവും പറയുവാൻ ഇടവരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വിലയും സ്നേഹപ്രയത്നവും. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത്, അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അതും അവരുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സ്നേഹം വാക്കിനാലും നാവിനാലും അല്ല, മറിച്ച് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നാം സ്നേഹിക്കേണ്ടത് എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, സ്നേഹം എന്ന് പറയുന്നത് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നതിലും അല്ല എങ്കിൽ തമ്മിൽ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുന്നതിലും മാത്രം ഒതുക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇന്ന് ലോകത്തിലിരിക്കുന്നത്. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് അത് സ്നേഹത്തിന് ഒരു പ്രവൃത്തിയുണ്ട്, അതിനകത്തൊരു പ്രയത്നമുണ്ട്. അത് എന്താണ് എന്നുള്ളത് വിശദമായിട്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്നേഹത്തിന്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണ്. നാം അത് ഇതിനു മുമ്പും പലവട്ടം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് നാം കടക്കുന്നില്ല. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ കാണുന്നതായിട്ടുള്ള പ്രത്യേകതകൾ ഇല്ലാത്തതായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വ്യാജമായിട്ടുള്ള ഒരു സ്നേഹമാണ്. അല്ലെങ്കിൽ അത് വെറും ഉപരിപ്ലവമായ ചില പ്രീതികളോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളോ മാത്രമാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, വിശ്വാസം നിർവ്യാജമായിരിക്കട്ടെ എന്ന് പറയുന്ന പോലെ തന്നെ സ്നേഹവും നിർവ്യാജമായിരിക്കട്ടെ എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വ്യാജമായിട്ടുള്ള സ്നേഹം ലോകത്തിലുണ്ട്. ആ വ്യാജമായിട്ടുള്ള സ്നേഹത്തിന് യാതൊരു പ്രയത്നവും ഉണ്ടായിരിക്കുകയില്ല. അത് കണ്ട് ലോഹ്യം പറഞ്ഞ് പിരിഞ്ഞ് പ്രത്യേകിച്ച് ഒരു പ്രവർത്തനവും ആ സ്നേഹം ഉളവാക്കുന്നില്ല. എന്നാൽ പ്രവൃത്തികൾ ഉളവാക്കുന്നതായിട്ടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ഏറ്റവും ആത്യന്തികമായി ഉണ്ടാകുന്നതായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നതായ ആ സ്നേഹമാണ്. പലപ്പോഴും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുക എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനും സഹോദരന്മാർക്ക് അവരെ പരിഗണിക്കുന്നതിനും അവരെ ശ്രേഷ്ഠമായി കരുതുന്നതിനും അന്യോന്യം കീഴടങ്ങിയിരിക്കുന്നതിനും ഒന്നും കഴിയാത്തതായിട്ടുള്ള ഒരു സ്നേഹം ആണ് ഇന്ന് സമൂഹങ്ങളിൽ അല്ലെങ്കിൽ സഭകളിൽ പൊതുവെ കാണപ്പെടുന്നത്. അങ്ങനെയുള്ള സ്നേഹമൊന്നും സ്നേഹമല്ല എന്ന് നമുക്കറിയാമല്ലോ. സഹോദരന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സ്നേഹവും സ്നേഹമല്ല. സഹോദരന്മാരെ ശ്രേഷ്ഠമായി കാണാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സ്നേഹവും സ്നേഹമല്ല. അന്യോന്യം കീഴടങ്ങിയിരിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള സ്നേഹവും ഒരിക്കലും ഒരു സ്നേഹവുമല്ല. ഞാൻ നേരത്തെ കൃപയെക്കുറിച്ച് സൂചിപ്പിച്ചുവല്ലോ. കൃപ ദൈനംദിനം നമ്മുടെ ജീവിതത്തിന്റെ അവസാന നാളുകൾ, അവസാന നിമിഷം വരെ നമ്മളിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ
കീഴടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നാം നിലനിൽക്കുമ്പോഴാണ്, അങ്ങനെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലാണ് നാം നിലനിൽക്കുന്നതെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മേൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള അധികാരങ്ങൾക്കും നാം കീഴ്പ്പെട്ടിരിക്കും. അത് കൃപ ലഭിക്കുന്നതിന് ഏറെ ആവശ്യമുള്ളതായ കാര്യമാണ്. ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് കൃപ ലഭിക്കുന്നതിന് ആവശ്യമാണ്. ഒരു കുടുംബത്തിൽ മക്കൾ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക, അനുസരിക്കുക എന്ന് പറയുന്നത് കൃപ ലഭിക്കുന്നതിന് ആവശ്യമാണ്. ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് അവിടെ ഭാര്യമാർക്ക് കൃപ ലഭിക്കുന്നതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ മൂപ്പന്മാർക്ക് ഇളയവർ കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് അവിടെയും കൃപ ലഭിക്കുന്നതിന് ആവശ്യമാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സില്ല, എന്നാൽ നമുക്ക് കൃപ വേണം എന്ന് നാം പറഞ്ഞാൽ അങ്ങനെ ലഭിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല കൃപ എന്നുള്ളതും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ വിലയും സ്നേഹത്തിന്റെ പ്രയത്നവും അവിടെയും സ്നേഹം പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമതായിട്ട് കാണാൻ കഴിയുന്നത് പ്രത്യാശയുടെ സ്ഥിരത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, വലിയ വിശ്വാസത്തെ പ്രതി വലിയ പ്രതിസന്ധിയിലൂടെയാണ്, കഷ്ടങ്ങളിലൂടെയാണ്, പീഡനങ്ങളിലൂടെയാണ് ഈ തെസ്സലോനിക്ക സഭ കടന്നു പോകുന്നത്. എന്നാൽ അവരുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശ സ്ഥിരമാണ്. എന്ത് കഷ്ടങ്ങളിലൂടെ കടന്നു പോയാലും അവർ ആ പ്രത്യാശയിൽ നിന്ന് ഇളകുന്നില്ല, അതിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഈ എബ്രായ ലേഖനത്തിൽ അവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ആ സ്ഥിരത വിട്ട് അവർ പോകുന്ന ഒരു സന്ദർഭം വന്നു. അവര് യഹൂദന്മാരിൽ നിന്നുള്ളതായ കഷ്ടങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിച്ചപ്പോൾ അവര് വിശ്വാസം വിട്ട് യഹൂദ പാരമ്പര്യത്തിലേക്ക് പോകുവാനായിട്ട് തുരിഞ്ഞപ്പോൾ എഴുതിയതായ ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. അവര് ഒത്തിരിയേറെ കഷ്ടം സഹിച്ചു, അവരവരുടെ സ്വത്തുക്കളുടെ അപഹാരം സഹിച്ചു, അങ്ങനെ പല നിലയിലുള്ള കഷ്ടം സഹിച്ചുവെങ്കിലും അവസാനം അവര് പിന്മാറ്റത്തിലേക്ക് പോകുന്നതായ ഒരു സാഹചര്യം നമുക്ക് ആ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെയുള്ള വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവര് എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടും അവർ പ്രത്യാശയിൽ അവർ സ്ഥിരമായിട്ട് നിന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യാശയുടെ സ്ഥിരത എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയുടെ സ്ഥിരത ഉള്ളവരാണോ എന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ഇളകിപ്പോകുന്നതായിട്ടുള്ള ഒരു മനോഭാവം നമ്മളിലുണ്ട്. അത് നമ്മളുടെ വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ പ്രത്യാശയുടെയും ഒരു അഭാവമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തു വന്നാലും ആ പ്രത്യാശയിൽ നിന്ന് ഇളകുകയില്ല. അതാണല്ലോ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ലോകത്തിലുള്ളതിന്, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ കുറച്ച് ലിസ്റ്റ് പറയുന്നുണ്ട്. ഇതൊന്നും കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്ത് വന്നാലും, ജീവൻ പോകേണ്ടി വന്നാലും, എന്ത് നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നാലും ഈ പ്രത്യാശയിൽ നിന്ന് ഞാൻ വിട്ടുപോകുകയില്ല. അതാണ് നമ്മളിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള മനോഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ 3 കാര്യങ്ങളെക്കുറിച്ച് നാം കണ്ടു. ഈ 3 കാര്യങ്ങൾ ഈ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിന്റെ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിന്റെ 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോൾ ഇവിടെ ഈ 3 കാര്യങ്ങളാണ് നിലനിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഈ നിലനിൽക്കുന്നതായിട്ടുള്ള ഈ 3 കാര്യങ്ങളിലും ഈ തെസ്സലോനിക്ക സഭ വളരെ ഉന്നത നിലവാരത്തിലായിരുന്നു. അത് നമ്മെ ഓരോരുത്തരെയും വെല്ലുവിളിക്കേണ്ടതായ ഒരു കാര്യമാണ്, ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്, ഉത്സാഹിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. മാറിപ്പോകുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ നിലനിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ആ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും
ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാനായിട്ട് കാരണമായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവയിൽ വലിയതോ സ്നേഹമെന്നാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കാരണം സ്നേഹം അതൊരു നാളും ഉതിർന്നു പോവുകയില്ല. ഇതിൽ വലിയത് സ്നേഹം തന്നെയാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതുപോലെ അത് എന്തെങ്കിലും നമ്മുടെ ചില കാഴ്ചപ്പാടുകളല്ല. സ്നേഹം എന്ന് പറയുന്നത് അത് ദൈവത്തോടുള്ളതാണെങ്കിലും സഹവിശ്വാസികളോടുള്ളതാണെങ്കിലും ജീവൻ കൊടുക്കാൻ വരെ നമ്മെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ്. ദൈവം പിതാവ് നമ്മെ സ്നേഹിച്ചത് തൻ്റെ പുത്രനെ ഒരു യാഗമായി കാൽവരിയിൽ നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് ആ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം വായിക്കുന്നത് മഹാസ്നേഹം എന്നാണ്. ആ പിതാവിൻ്റെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ തൻ്റെ ആത്മാവിനാൽ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നത്. ദൈവസ്നേഹം തൻ്റെ ആത്മാവിനാൽ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു എന്നുള്ളത് നാം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ പിതാവിൽ നിന്ന് തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ടതായ സ്നേഹമാണ് എങ്കിൽ, അതാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ, നാം ദൈവനാമത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സഹവിശ്വാസികൾക്ക് വേണ്ടിയും ഏത് കഷ്ടവും നഷ്ടവും എന്ത് പീഡനവും ഈവൻ ജീവൻ പോലും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറുള്ള ആളുകളായിട്ട് നാം ജീവിക്കും. പ്രിയമുള്ളവരെ, ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിലുള്ളതായ ദൈവസ്നേഹം അത് ഒരു യാഥാർത്ഥ്യമാണോ, അതോ അത് ഒരു വ്യാജമായിട്ടുള്ള ഒരു സ്നേഹമാണോ? ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിൻ്റെ പഠനം നമ്മെ വലിയ ആത്മീയമായിട്ടുള്ള തലങ്ങളിലേക്കും അതുപോലെ ദൈവവുമായിട്ടുള്ള ദൈവേഷം ചെയ്യുന്നതിലേക്കും ദൈവത്തിന് പ്രയോജനകരമായി, ദൈവസഭയ്ക്ക് പ്രയോജനകരമായി ജീവിക്കുന്നതിലേക്കും നമ്മെ നയിക്കുമാറാകട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ.